ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അമരയ്ക്ക കൊണ്ട് ഒരു ചെറിയ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ അമരയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് കടുക് താളിക്കാൻ വെക്കാം. കടുക് പൊട്ടിക്കാൻ വെക്കാം. കടുക് ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള അത്ര ബ്രൗൺ ആകണ്ട, ഒരു മീഡിയം ഒരു സോഫ്റ്റ്നെസ്, സവാളയ്ക്ക് സോഫ്റ്റ്നെസ് ആകുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് മസാലകളിടാം. ഞാൻ ഈ മസാല അധികമൊന്നുമില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 കിലോ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യാനുസരിച്ച് മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അവരവരുടെ എരിവിനനുസരിച്ചിടാം. ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചപ്പ് മണം മാറുന്നിടം വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അത് ഇളകി വന്ന് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അമരയ്ക്ക എടുത്തിടുക. അമരയ്ക്കയിലോട്ട് ഈ മസാലയെല്ലാം പിടിക്കുന്നിടം വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് എത്ര ഉപ്പ് വേണ്ടെന്ന് അതനുസരിച്ച് ഇടുക. ഇവിടെ അമരയ്ക്ക നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്, എല്ലാം മസാല പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നിറച്ച് വെള്ളം ഒഴിക്കേണ്ട. ഫ്രൈ ചെയ്യാൻ വേണ്ടി അമരയ്ക്ക വേകുന്ന എത്രയാണെന്ന് വെച്ചാൽ അത്രയും വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വേവിക്കുക. അത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങ ചിരകിയതും ഗരം മസാലയും ഇട്ട് വീണ്ടും നല്ല രീതിയിൽ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഞാൻ ഇച്ചിരി ശർക്കര ഇടുവാണ്. എൻ്റെ കയ്യിൽ ശർക്കര പൊടി ഉള്ളതുകൊണ്ട് ശർക്കര പൊടി ഇടുവാണ്. കാരണം എരിവും ഇച്ചിരി മധുരവും പുളിയും എല്ലാം നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് വരും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ അമരയ്ക്ക കറി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.